ഹലോ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഓർത്തൊന്ന് ഗവി വരെ പോകാമെന്ന്. അങ്ങനെ നമ്മൾ രാവിലെ ഗവിക്ക് പോകാൻ ഇറങ്ങിപ്പോവാണ്. ഓക്കെ, നമ്മുടെ വണ്ടിക്കല്ല പോകുന്നത്. നമ്മളിന്ന് ബ്രസേലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പാല, മുണ്ടക്കായം, കുട്ടിക്കാനം കൂടിയാണ് ഗവിക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങൾ എല്ലാം കാണിച്ചു തരാം. അത്യാവശ്യം ഓഫ് റോഡ് പരിപാടിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷോർട്ട് കട്ട് ചാടിയതാണ്. ഓക്കെ, സ്കോർപ്പിയോ വഴിയിലൊക്കെ പശുമ്പ എല്ലാം ഉണ്ട്. ഓക്കെ, ചെറിയ വഴിയാണ്. കുമളിത്തേക്കടി നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. അവിടെ ഉണ്ട് നമ്മുടെ കൂടെ കയറി പോയില്ലെങ്കിൽ നോക്കാം, ഭാഗ്യം. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ചെങ്കിൽ പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയും ബീഫ് ഫ്രൈയും ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം അത് കഴിച്ചിട്ട് പിന്നെ ഒരു ചായ മേടിച്ചായിരുന്നു. അത് കഴിച്ചിട്ട് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ മണ്ടയിൽ ഒരു വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് മേടിക്കറി അതിൻ്റെ വ്യൂവും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു പാക്കറ്റ് കടലമുട്ടായും കാര്യങ്ങളെല്ലാം മേടിച്ച് പോകണ വഴി തിന്നാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് മേടിച്ച് നമ്മളത് പിന്നെയും പോന്നിട്ടുണ്ട്. പിന്നെ ഈ വാട്ടർഫാൾസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നതാണ്. സാധാരണ ഇതിലും വഴിയൊക്കെ പോകുമ്പോൾ നല്ല ഫുൾ വെള്ളം ഒഴുകുന്നതാണ്. ഇപ്പം ഇതിൽ കരുതി വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം ഹെയർ പിൻ ടൈപ്പ് റോഡുകളാണ് മൊത്തം. ഓക്കെ, വളഞ്ഞൊക്കെയാണ് കയറി പോകുന്നത്. ഓക്കെ, വഴിക്ക് വലിയ വീതിയില്ല. ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കറക്റ്റ് ഇതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കഴിച്ച് നമ്മളത് ഏകദേശം കുട്ടിക്കാനം അടുക്കാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് 2-3 മിനിറ്റും കൂടെ ഏതാണ്ടേ ഉള്ളൂ കുട്ടിക്കാനത്തേക്ക്. ഓക്കെ, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. വഴിയിൽ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലോക്ക് എന്ന് പറയുന്നത് ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ. ഇപ്പം വെക്കേഷനൊക്കെ തീരാൻ പോകണം. അപ്പം ഫാമിലീസും കാര്യങ്ങളെല്ലാം ഓരോ ട്രിപ്പും കാര്യങ്ങളെല്ലാം പോയിട്ട് വരുന്ന വഴി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ കുട്ടിക്കാനം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബോർഡ് നോക്കി കാണാം. റൈറ്റ് കുമളി, ലെഫ്റ്റ് കട്ടപ്പന. ഓക്കെ, നമുക്ക് കുമളി റൂട്ടാണ് പോകേണ്ടത്. മരിയൻ കോളേജ്, കുട്ടിക്കാനം അതെല്ലാം കഴിഞ്ഞ് നമ്മളത് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു പാലം കയറിയിട്ടുണ്ട്. അങ്ങനെ പോയി കുറേ അങ്ങ് പോയി. ഓക്കെ, ആ ഫാസ്റ്റ് പാസഞ്ചർ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് KSRTC. നമുക്ക് ഇതുവരെ കയറി പോകാൻ പറ്റാഞ്ഞിട്ടില്ല. സൈഡും കാര്യങ്ങളൊന്നും തരുന്നില്ല. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ സൈഡിൽ വലിയ ഇടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വേറെ വണ്ടി ഒതുക്കാനായിട്ട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. ഓക്കെ, ഇനി മൂന്നാറൊക്കെ പോയി ഒരു ചെറിയൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തേയിലത്തോട്ടവും മൊത്തവും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കരടിക്കുഴി വഴിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കരടിക്കുഴി എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മളത് ഗവിയിലോട്ടുള്ള ടേണിംഗ് പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അവിടുന്ന് നമ്മൾ പോന്നിട്ട് ഇവിടെ വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ ഗവിക്കുള്ള റൂട്ടിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടിയാണ് ഗവിക്കെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഹലോ ഗൈസ്. അങ്ങനെ നമ്മൾ ചെറിയ ചായയും കാര്യങ്ങളെല്ലാം മേടിച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നാണ് ചായയും കാര്യങ്ങളെല്ലാം മേടിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു വാർത്ത, VD സതീശൻ മുഖ്യമന്ത്രി ആയെന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി. ആ സന്തോഷത്തിൽ നമ്മൾ അവിടെ നിന്ന് ഒന്നും മേടിച്ചിട്ടില്ല. ഒരു പരിപ്പുവടയും തിന്നിട്ട് അവിടെ നിന്ന് പോന്നു. അങ്ങനെ പരിപ്പുവടയൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങ് പോകുന്നപ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗവിയിൽ ബുക്കിംഗ് പാസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കാണിച്ചാലുള്ള കയറ്റി വിടത്തുള്ളൂ. അതേ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അകത്ത് പോയി പാസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മളിവിടെ ഗവി എടുക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ ഒരു വീട്ടിലൂടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, ഫുഡ് ഒരു പാഴ്സൽ ഉണ്ടാക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനിപ്പോൾ ഒരു ഫുഡ് കളക്ട് ചെയ്തിട്ട് നേരെ ഗവി കയറണം. എന്നിട്ട് പിന്നെ അവിടെയാണ് സ്റ്റേയും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം പാഴ്സൽ മേടിച്ചേക്കുന്നത്.
ഗവി ബുക്കിംഗ് ഓഫീസിന് ഒരു 100 മീറ്റർ മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ കട വരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാൻ വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പോൾ ഇതേ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രൈവറ്റ് ബസ് ഞങ്ങളെല്ലാം പോകുന്നുണ്ട്. ഇവിടെ ആകെ ഇങ്ങനത്തെ ഈ വലുപ്പത്തിലുള്ള വണ്ടികളൊക്കെയാണ് പ്രൈവറ്റായിട്ട് കൊടുക്കാൻ. നമ്മൾ ഏകദേശം എടുത്തെത്താറായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഗവി കയറിയിട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നമ്മൾ ഊണും കാര്യങ്ങളെല്ലാം മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ജീപ്പും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. പാസും കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് ഇതിട്ടുണ്ടേ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗവി ചെക്ക് പോസ്റ്റ് തുറന്ന് നമ്മളെ അകത്ത് വിടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഗവി ചെക്ക് പോസ്റ്റ് ഇവിടെ കടന്നപ്പോഴത്തേക്ക് ഇത് ഒരു KSRTC വന്ന് കിടപ്പുണ്ട്. തൊട്ടോറിലെ ഫോറസ്റ്റിൻ്റെ വെഹിക്കിളും കണ്ട് കിടപ്പുണ്ട്. ഓക്കെ, ഈ പോസ്റ്റിൽ നിന്നാണ് നമ്മൾ പാസും കാര്യങ്ങളെല്ലാം കാണിച്ചെടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിവിടുന്ന് യാത്ര ഒഫീഷ്യലി നമ്മുടെ ഗവിക്കകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള അങ്ങോട്ട് ജസ്റ്റ് ഫോറസ്റ്റ് റൂട്ടും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ പോണ വഴി നല്ല ചെറിയ വഴിയാണ്, നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട്. ഫോണിൽ കാണുമ്പോഴേക്കാളും ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മൈൻഡും കാര്യങ്ങളെല്ലാം റിലാക്സ് ആവും. ഓക്കെ, ചെറിയ വഴികളാണ്. നമുക്ക് ഫോറസ്റ്റ് കൂടെ അങ്ങനെ ഹോണോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ പറ്റുന്ന രസം. നമ്മൾ മാക്സിമം എല്ലാവരും അങ്ങോട്ട് കൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പതുക്കെയും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ഫോൺ വഴി നമ്മുടെ ഇവിടെ കുറേ കുരങ്ങന്മാരെയും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഫസ്റ്റ് ഒരുത്തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവരെയും കണ്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല കുന്നമലയൊക്കെ കാണാം, ഒരു ഹൈ റേഞ്ച് ടച്ച്. ഓക്കെ, ഇനി എന്ത് വേണം കാണിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ എടുത്തില്ല, നമ്മൾ വോയിസ് ഏറെ കൊടുക്കും. വീഡിയോ പോട്ടെ സൂം ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് സൂം ആക്കി നോക്കി. ബൈക്ക് കാരണം ഓക്കെ, അതൊന്ന് ഓഫ് ചെയ്ത് കൂടെ. പിന്നെ നമ്മൾ വണ്ടി കാര്യങ്ങളൊന്നും നിർത്താതെ നമ്മൾ കയറിയപ്പോൾ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇടയ്ക്ക് നല്ല സ്പോട്ടും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിർത്താൻ പറ്റുമോ, കാര്യങ്ങൾ എങ്ങനെയാണ്. വണ്ടി മാക്സിമം സ്ലോ ആക്കി വേണേൽ പോകാം. അല്ലാണ്ട് നിർത്തി ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഫോറസ്റ്റ് വണ്ടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നുണ്ട്. അപ്പം നിർത്തുന്നത് വല്ലതും കണ്ടു കഴിഞ്ഞാൽ അവർ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഫൈനോ കാര്യങ്ങൾ ഏതാണ്ട് അടയ്ക്കണം എന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് എൻട്രി കാണില്ല, നമ്മളോട് തിരിച്ച് ഇവിടെ നമുക്ക് എക്സിറ്റ് ആക്കി വിടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, പോണ ഈ സൈഡിൽ ചെറിയ ചെറിയ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ അടുത്ത കുരങ്ങൻകുട്ടൻ. പിന്നെ ഇത് കണ്ടാൽ ജസ്റ്റ് നമ്മൾ ശരിക്കും റോഡ് പോലെ, ബട്ട് ഈ ലൈനും കാര്യങ്ങളെല്ലാം മരിച്ചിട്ടേക്കുക. പിന്നെ ഈ കല്ലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല സിനിമയും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു കുളവും ചെറിയ കല്ലിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഉറവയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സെറ്റപ്പ് പരിപാടിയാണ്. നമ്മൾ വന്ന വഴിക്ക് ഒരു വേഴാമ്പലിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോ എന്നറിയില്ല. ഇവിടെ വേറെ ഒരു ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസ് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോയിട്ടുണ്ട്. ഈ ഗവിയിൽ റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം നമ്മൾ വണ്ടി പോയി ജസ്റ്റ് കണ്ടോ, നല്ല പാലൊഴുകുന്ന പോലെ വെള്ളം ഒഴുകണം, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഒരു വെള്ളച്ചാട്ടമാണ്. പിന്നെ ഒരു ചെറുക്കനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കാണുമോ റോട്ടിൽ നിന്ന് ഇറങ്ങി മേളി മണ്ട കയറിയിട്ടുണ്ട്. അപ്പോൾ അവനെ കാണിച്ചു തരാം. അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് നല്ല കുരങ്ങനെയാണ് കണ്ടോ, താഴി ചൊറു ഇന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുള്ള പരിപാടി. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കണ്ടു പോകുന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിക്ക് രാവിലെ സമയം ഒട്ടുമായിട്ടില്ല. ചെറിയ രീതിക്ക് കോടയും കാര്യങ്ങളെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ചില സ്ഥലത്ത് നല്ല കോടയും കാര്യങ്ങളുണ്ട്, ചിലയിടത്ത് അങ്ങോട്ടില്ല. അപ്പം ഇങ്ങനെ വന്നും പോയി കണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കൊണ്ടിരിക്കുന്നു. ഏകദേശം ഇനിയിപ്പോൾ ഇവിടുന്ന് അധികം നമുക്ക് ദൂരമില്ല, ഒരു 5-10 മിനിറ്റും കൂടി ഏതാണ്ടുള്ള ഗവി നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്തോട്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് കോട കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാത്രി അല്ലെ വെളുപ്പിന് ടൈം പോകണമെന്നുണ്ട്. എതിരെ വരുന്ന വണ്ടികൾ കാണാം, ചെറിയൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ നിന്ന് പോന്നിട്ടുണ്ട്. വേറെ ആനിമൽസിനോ കാര്യങ്ങളൊന്നും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളാകെ കണ്ടത് വേഴാമ്പല്, കുരങ്ങൻ, അങ്ങനെ ഉള്ള കുറച്ച് സാധനത്തിനാണ്. ഓക്കെ, നാളെ ട്രക്കിങ്ങും ജംഗിൾ സഫാരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്യാൻ ഓർത്തിരിക്കുന്നു. അങ്ങനെ വഴി നമ്മളൊരു വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഇറങ്ങി 2-3 വീഡിയോയും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കൊള്ളാം, നൈസ് വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചെറിയ രീതിക്ക് കോട വന്ന് കയറി ഇറങ്ങി പോകുന്നതെല്ലാം
നമുക്ക് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ അത്ര ഒട്ടും ചൂടില്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ നമ്മളവിടെ നിന്ന് കയറിയിട്ട് നമ്മുടെ വണ്ടി വന്നിട്ട് നമ്മളത് വണ്ടി കയറി തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്നു. അപ്പോൾ ബാക്കി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വണ്ടി വഴിയിട്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മളെ ഗവിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടാണ് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നൊരു ടെൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വുഡൻ വെച്ചിട്ടുള്ള ഓരോ ഇതുപോലത്തെ സംഭവം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അതും ഇതുമായിട്ട് റേറ്റ് കാര്യങ്ങളെല്ലാം ഡിഫറൻസ് ഉണ്ട്. അതിന് കുറച്ചുകൂടെ കൂടുതലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് വീടിൻ്റെ അകവും കാര്യങ്ങളെല്ലാം ഒന്ന് വീടിൻ്റെ ഈ ടെൻറ്റിൻ്റെ അകവും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റൂമിനകത്ത് കയറിയിട്ടുണ്ട്. ഒരു 2-3 കട്ടിലും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഒരു ചെറിയൊരു ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ട്യൂബ് ലൈറ്റും ഒരു അല്ലാണ്ട് ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 4 ഗ്ലാസ്, ഒരു എമർജൻസി അങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു നമ്മുടെ മറ്റേ വെള്ളമൊക്കെ ചൂടാക്കുന്ന മറ്റേ പാത്രമുണ്ട് കെറ്റിൽ, അതുകൊണ്ട് അപ്പം അത്യാവശ്യം കുഴപ്പമില്ല. ബാത്റൂം ആണെങ്കിലും നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹീറ്ററും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ആണ്. ഇപ്പോൾ കപ്പിൾസിനായിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഒരു കൂളർ പോലത്തെ വെള്ളത്തിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം എടുത്തിട്ട് വന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വുഡ് വെച്ചിട്ടുള്ള സംഭവം. അങ്ങനെ നമ്മൾ അകത്ത് ചെറിയ ചായയും കാര്യങ്ങളെല്ലാം ഇട്ട് കുടിക്കാൻ നോർത്തു. അങ്ങനെ ചായ ഇട്ടു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി. നമുക്ക് അവിടെ ഒരു മരത്തെ ചെറിയൊരു ട്രീ ഹൗസ് അല്ല, ചെറിയൊരു സ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം അങ്ങനെ വെച്ചിട്ട് മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന താഴ്ച ഡാമും കാര്യങ്ങളെല്ലാം കാണാമെന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നൈസായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് ചായയും കാര്യങ്ങളെല്ലാം കുടിക്കാൻ ഓർത്തു. ഓക്കെ, അവിടെ നല്ലൊരു ചെറിയൊരു കാറ്റും നല്ല തണുപ്പും എല്ലാം ഉണ്ടപ്പം അതിൻ്റെ ഇടയ്ക്ക് ചായയും കൂടെ മൊത്തം അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ലൈവായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചായയും കാര്യങ്ങളെല്ലാം ആയിട്ട് വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഫുള്ള് ഡാമിലെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. നാളത്തെ ബോട്ടിങ് നമ്മൾ ആ വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മളതെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്തു. അത് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ആ പാഴ്സല് മേടിച്ച ഊണും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നേരെ നമ്മൾ രാവിലെ ചായ കുടിച്ച സ്പോട്ടിൽ തന്നെ പോയിരുന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് ഓർത്തു. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് തുറന്നപ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹോംലി ഫുഡ് ആയതുകൊണ്ട് ടേസ്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈ ഇതിൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മുട്ട കാര്യങ്ങളൊന്നുമില്ല, ചമ്മന്തി, പിന്നെ തോരനും, പിന്നെ നമ്മുടെ മീൻ കറി, അച്ചാറും സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഇനി കഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം ജംഗിൾ സഫാരിക്ക് പോകാനായിട്ട് ഇത് ചായ കുടിക്കാനായിട്ടൊക്കെ ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നാളെ ഇവിടെയാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയായിരുന്നു രാവിലെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള പരിപാടിയെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഒരു ബസ് വന്നിട്ടുണ്ട്. ബസ്സിലാണ് സഫാരി. ഞാൻ ആദ്യം ഓർത്ത് ജീപ്പിലായിരിക്കുന്നു, കാരണം ഓഫ് റോഡും എല്ലാം കാര്യങ്ങളൊക്കെ കാണുമെന്ന് ഓർത്തേ. അപ്പോൾ അത് കഴിഞ്ഞ് അറിയുന്നത് ബസ്സിലാണ്. അപ്പോൾ പോണ വഴി നല്ല കോടമഞ്ഞും കാര്യങ്ങളുണ്ട്. വൈകുന്നേരം ആയല്ലോ,
മഞ്ഞും കാര്യങ്ങളെല്ലാം കയറി തുടങ്ങി. അപ്പം മരത്തിൽ ഒരു മലയണ്ണാൻ ഇരിപ്പുണ്ട്. ഡ്രൈവർ നിർത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കിട്ടിയതൊക്കെ തന്നെ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഗവിക്ക് പോണ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു KSRTC. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഫോറസ്റ്റ് റൂട്ടാണേലും ഇത് ഗവി പത്തനംതിട്ടയിൽ നിന്ന് ഗവിക്ക് വരുന്ന ഒരു റൂട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നൊഴി കുറേ കാട്ടുപന്നികളും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരുപാട് ഫാമിലീസ് ചെറിയ കുടിലിലും കാലിലൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഞാനേയും കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഓക്കെ, വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചാൽ KL05 ആണ്. ഇത് ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഈ വണ്ടി വന്ന് ഇവിടം വരെ ഇറങ്ങി. ഓക്കെ, ഇതിൻ്റെ ഈ പുറകെ കാണുന്ന ഇവിടെ ചെറിയ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടയും കാര്യങ്ങളെല്ലാം കയറുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മളെ നിർത്തിയത്. നമുക്ക് ഇവിടം വരെയുള്ള പെർമിഷൻ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പത്തനംതിട്ടയാണ്. ഓക്കെ, പത്തനംതിട്ട ഗവി വരുന്ന റൂട്ടിൽ തന്നെയാണ്. ബട്ട് നമുക്ക് ഇവിടം വരെ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് സംസാരം കാര്യങ്ങളൊക്കെയാണ്. ആ തക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്താണ്. കാരണം കോടയും മഞ്ഞെല്ലാം കയറി വരുന്നൊരു വിഷ്വൽസും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഐഫോൺ അല്ലാത്തതുകൊണ്ട് അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഉള്ള ക്ലാരിറ്റിക്ക് നമ്മൾ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലൊരു രസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അട്ടകടി എല്ലാം കിട്ടി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോന്നു. ഇത് നമ്മൾ ഗവിയിൽ നിന്ന് വരുന്ന പത്തനംതിട്ടയ്ക്ക് വന്ന ഒഴുകിയിട്ടുള്ള ഒരു ഫോറസ്റ്റാണ്. അതുപോലെ ഇവിടെ പമ്പ ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. ഓക്കെ, ഈ റൂട്ടിൽ 2-3 ഡാമുണ്ട്. അത്യാവശ്യം വലിയൊരു ഡാം തന്നെയാണിത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പമ്പ ഡാം അങ്ങനെ എന്തോ പറഞ്ഞൊരു ഡാമും കൂടെ ഉണ്ട്. ഓക്കെ, അത് നോക്കട്ടെ, അത് പറ്റുമെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പോകുന്നു. നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഒരു മയിലിനെ മാത്രം കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സഫാരി അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കാൻ പോകുന്ന സ്ഥലം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പട്ടി വരെ ഇവിടെ കയറി ചൂട് പിടിച്ച് കിടക്കും. ഞങ്ങൾ ഇവിടെ തണുത്ത് വസിരിക്കുമ്പോൾ ഇതിനിവിടെ ചൂട് പിടിച്ച് കിടക്കും. ഓക്കെ, ഹലോ സാർ ഒന്ന് നോക്കൂ സാർ, നല്ല തണുപ്പുണ്ട് കഴിച്ചത്തേക്ക്. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് 2 ചപ്പാത്തിയും കുറച്ച് ചിക്കൻ കറിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലാണ്ട് വേറെ ഫുഡ് കാര്യങ്ങൾ പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു റൈസും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് വെജിറ്റബിൾ അറിയാം. ചിക്കൻ ഇരിക്കും, നമ്മൾ വെജിറ്റബിൾ എടുക്കും. അങ്ങനെ നമ്മൾ ചപ്പാത്തിയും ചിക്കനും കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് പോയി റൈസും പൈനാപ്പിളും സലാഡും എല്ലാം കൂടെ എടുത്തിട്ട് അതും കൂട്ടി ഒരു പിടി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയർ നടക്കുന്നിടത്തോട്ട് പോയി. അവിടെ പോയി ജസ്റ്റ് കുറച്ച് അരി ഇരുന്നു. അവിടെ മൊത്തം കപ്പിൾസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ഒഴിഞ്ഞു പോന്നിട്ടുണ്ട്. അതെന്തിനാണ് നമ്മൾ അവരുടെ കഞ്ഞി പാറ്റിടുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോകുന്നു. റൂമിൽ പോയി കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺഡ്.